പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ രണ്ടാമത്തെ യൂണിറ്റായ കാറ്റിൻ്റെ ഉറവിടം തേടി ഈ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കുകയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ചായിരുന്നു. എന്തായിരുന്നു അന്തരീക്ഷ മർദ്ദമെന്നും അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണത്തെക്കുറിച്ചും അതിൻ്റെ യൂണിറ്റും അതുപോലെ തന്നെ മർദ്ദ വ്യതിയാനങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതുപോലെ ആഗോള മർദ്ദമേഖലകൾ പറഞ്ഞു. പിന്നീട് കാറ്റുകൾ പറഞ്ഞു, എന്താണ് കാറ്റ് എന്നും കാറ്റിൻ്റെ ദിശാവ്യതിയാനത്തിനും കാറ്റിൻ്റെ വേഗതയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളായ മർദ്ദചര്യവുമാന ഫലം, കൊറിയോലിസ് പ്രഭാവം, ഘർഷണം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നീട് നമ്മൾ ആഗോളവാദങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ലോകത്ത് സദാസമയവും വീശിക്കൊണ്ടിരിക്കുന്ന വാണിജ്യവാദങ്ങളെക്കുറിച്ച് പറഞ്ഞു. വിവിധ തരം വാണിജ്യവാദങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മുടെ ആ ചിത്രസഹിതം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിൽ വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചിരുന്നു. പിന്നീട് ചില പ്രത്യേക സീസണുകളിൽ മാത്രം വീശുന്ന കാലികവാദങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. മൺസൂൺ കാറ്റുകളെക്കുറിച്ച്, അതേപോലെ തന്നെ മൺസൂൺ കാറ്റുകൾ ഉണ്ടാവാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ, കരക്കാറ്റ്, കടൽക്കാറ്റ്, അതുപോലെ തന്നെ പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, ഇതൊക്കെ കാലികവാദങ്ങളാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. ഇനി ഇന്ന് ഈ പാഠം ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അപ്പോൾ രണ്ട് തരം കാറ്റുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് സ്ഥിരവാദങ്ങളായിട്ടുള്ള വാണിജ്യവാദങ്ങളും പശ്ചിമവാദങ്ങളും ധ്രുവീയവാദങ്ങളും. രണ്ടാമത്തത് കാലികവാദങ്ങൾ, ചില പ്രത്യേക കാലങ്ങളിൽ മാത്രം വീശുന്ന കാറ്റുകൾ. ഇനി വളരെ സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന സിമ്പിളായിട്ടുള്ള മറ്റൊരു വിധം കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻസ്. എന്താണ് പ്രാദേശികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ? പ്രാദേശികം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ ആൻസർ കണ്ടെടുത്താം. ലോകത്ത് ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം വീശുന്ന കാറ്റുകളാണ്. ആ കാറ്റുകൾ ഒരിക്കലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എപ്പോഴും വീശുന്ന കാറ്റുകളല്ല. ചില പ്രത്യേക ഏരിയകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള, കേന്ദ്രീകരിച്ചിട്ടുള്ള കാറ്റുകളുണ്ട്. ചില പ്രത്യേക സീസണുകളിൽ, ചില പ്രത്യേക നാടുകളിൽ മാത്രമുള്ള ചില കാറ്റുകളുണ്ട്. അപ്പോൾ അത്തരം കാറ്റുകളെയാണ് നമ്മൾ പ്രാദേശികവാദങ്ങൾ എന്ന് പറയുക. ഇതിന് പൊതുവെ ശക്തി കുറവായിരിക്കുമെന്നൊക്കെ പറയുന്നു. ആ പ്രദേശത്തുണ്ടാവുന്ന മർദ്ദവ്യതിയാനങ്ങളൊക്കെ ആയിരിക്കാം ഈ പ്രാദേശികവാദങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ ചില കാറ്റുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ കാണാം, ടെക്സ്റ്റ് ബുക്കിൽ കാണാം, ഇവിടെ ഇന്ത്യയിലുള്ള പ്രാദേശികവാദങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഞാനിപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ഇന്ത്യയിലുള്ള 2-3 പ്രാദേശികവാദങ്ങളെക്കുറിച്ച് ഈ പാഠത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതൊന്നാണ് ലൂ എന്ന് പറയും, 2 മാംഗോ ഷവർ, 3 കാൽബൈശാഖി. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ചില പ്രത്യേക ഭാഗങ്ങളിൽ, ഇന്ത്യയിൽ മുഴുവനായിട്ട് ലൂ വീശുന്നില്ല, ഇന്ത്യയിൽ മുഴുവനായിട്ട് മാംഗോ ഷവറും കാൽബൈശാഖിയും വീശുന്നില്ല. അതേപോലെ തന്നെ ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട ചില പ്രത്യേക ഏരിയകളിൽ മാത്രമുള്ള പ്രാദേശികവാദങ്ങളുണ്ട്. അതിലൊന്നാണ് ചിനൂക്ക്, 2 ഹർമാറ്റൺ, 3 ഫുൻ. ഇത് ചില എക്സാമ്പിളുകൾ മാത്രമാണ്. ലോകത്ത് അതല്ലെങ്കിൽ ജോഗ്രഫിയിലൊക്കെ വിവിധതരം പ്രാദേശികവാദങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ലോകത്ത് പല ഭാഗത്തും വ്യത്യസ്ത പ്രാദേശികവാദങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ വിശദീകരിച്ചത് മാത്രം പഠിച്ചാൽ മതി. അതാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത്. അതിലൊന്നാണ് ചിനൂക്ക്. ചിനൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിനൂക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിര എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പർവ്വതനിരയാണ്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ പുതുതായിട്ട് കേൾക്കുന്നവർക്ക് റോക്കി പർവ്വതനിര എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. വടക്കേ അമേരിക്കയിൽ നല്ല ശൈത്യമുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പർവ്വതമാണ്. ലോകത്തെ വലിയ വലിയ പർവ്വതങ്ങളൊക്കെ പൊതുവേ മഞ്ഞ് മൂടപ്പെട്ടതാണ്. ഹിമാലയ പർവ്വതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ. ഇതുപോലെ തന്നെ വടക്കേ അമേരിക്കയിൽ, നോർത്ത് അമേരിക്കയിൽ, നമ്മുടെ USA ഒക്കെയുള്ള, കാനഡയൊക്കെയുള്ള വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഒരുതരം ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. അതുപോലെ തന്നെ അപ്പോൾ ഈ റോക്കീസ് പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. അപ്പോൾ
ഇതൊരു ഉഷ്ണക്കാറ്റാണ്. ഈ ഈ പിന്നെ റോക്കീസ് പർവ്വതം മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുന്ന പർവ്വതമാണെങ്കിലും ഈ ഉഷ്ണക്കാറ്റാണ് റോക്കീസ് പർവ്വതത്തിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ആ റോക്കീസ് പർവ്വതത്തിൻ്റെ കിഴക്കൻ ചെരുവിലെ മഞ്ഞുരുകുന്നതിന് ഇത് കാരണമാകുന്നു. അതുകൊണ്ട് ഇതിനെ മഞ്ഞുദീനി എന്ന അർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിക്കാൻ കാരണം അതാണ്. ചിനൂക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞുദീനി എന്നാണ്. മഞ്ഞുദീനി എന്ന് വരാൻ കാരണം ഈ കാറ്റൊരു ഉഷ്ണക്കാറ്റാണ്, എന്നാൽ റോക്കീസ് പർവ്വതം മഞ്ഞു മൂടപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കിഴക്കൻ ചെരുവിലേക്ക് ഉഷ്ണക്കാറ്റായിട്ട് ചെല്ലുന്നത് കൊണ്ടാണ് ഇതിനെ ചിനൂക്ക് എന്ന പേര് വിളിക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ ശൈത്യത്തിൻ്റെ കാഠിന്യം ഈ കാറ്റ് കുറക്കുന്നത് കൊണ്ട് തന്നെ കനേഡിയൻ സമതലങ്ങളിൽ, കാനഡയുടെ സമതല പ്രദേശങ്ങളിൽ, കാനഡ എന്ന് പറയുന്ന രാജ്യം വടക്കേ അമേരിക്കയിലാണ്, ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് വളരെയധികം പ്രയോജനപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചിനൂക്ക് ഒരു പ്രാദേശികവാദമാണല്ലോ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചിനൂക്കുണ്ടോ? ഇല്ല. ഇവിടെ തന്നെ പറയുന്നു വടക്കേ അമേരിക്കയുടെ റോക്കീസ് പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലാണ് ഈ ചിനൂക്ക് വീശുന്നത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഫൊൻ. രണ്ടാമത്തൊന്നാണ് ഫൊൻ. ഫൊൻ എന്ന് പറയുന്നത് നിങ്ങൾ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതം എന്ന് പറയുന്ന പർവ്വതം കേട്ടിട്ടുണ്ടാവും. ആൽപ്സ് പർവ്വതനിരയുടെ വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന ഒരുതരം കാറ്റാണ് ഫൊൻ. ഇതും ഒരു ഉഷ്ണക്കാറ്റാണ് ഫൊൻ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കൻ ചെരുവിലേക്ക് വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് ഫൊൻ. ഇതും ആ പ്രദേശത്തിൻ്റെ തണുപ്പിൻ്റെ കാഠിന്യം കുറക്കാൻ കാരണമാകുന്നു. അപ്പോൾ രണ്ട് തരം കാറ്റ് പ്രാദേശികവാദങ്ങൾ പറഞ്ഞു. ഒന്ന് വടക്കേ അമേരിക്കയിലുള്ള ചിനൂക്ക്, രണ്ട് യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയിൽ വീശുന്ന ഫൊൻ. മൂന്നാമത്തെ ഒന്നാണ് പിന്നെ ആഫ്രിക്കയിലെ മൂന്നാമത്തെ ഏത്? ഹർമാറ്റൺ. ഹർമാറ്റൺ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹർമാറ്റൺ. അപ്പോൾ ഹർമാറ്റൺ ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന ഒരു പ്രാദേശികവാദമാണ് ഹർമാറ്റൺ, അല്ലേ? അതേപോലെ തന്നെ ഈ പടിഞ്ഞാറൻ ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ ഒരു ഈർപ്പം നിറഞ്ഞ ഒരു സുഖകരമല്ലാത്ത കാലാവസ്ഥ നിലനിൽക്കുന്ന പ്രദേശമാണ് ഈ പറഞ്ഞ പടിഞ്ഞാറൻ ആഫ്രിക്ക. പക്ഷേ ഈ കാറ്റ് അവിടെ എത്തുന്നതോടുകൂടി അവിടുത്തെ ആ ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷത്തെ, ആ ഈർപ്പമൊക്കെ വലിച്ചു കളഞ്ഞ അന്തരീക്ഷത്തെ നല്ല ഒരു കാലാവസ്ഥയിൽ നിലനിർത്തുന്നത് കൊണ്ട് ഇതിനെ ഡോക്ടർ എന്ന് വിളിക്കാറുണ്ട്. ഡോക്ടർ ഹർമാറ്റൺ. ഹർമാറ്റൺ എന്ന് പറയുന്ന പ്രാദേശികവാദത്തെ ആ അന്തരീക്ഷം ആ കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് അവിടുത്തെ പ്രദേശത്തുകാർ ഇതിനെ ഡോക്ടർ ഹർമാറ്റൺ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് മൂന്നും ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുത്തുന്ന ലോകത്തിലെ ചില പ്രാദേശികവാദങ്ങളാണ് ചിനൂക്ക്, ഫൊൻ ആൻഡ് ഹർമാറ്റൺ. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതത്തിൻ്റെ കിഴക്കൻ ചെരുവിൽ, ഫൊൻ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കൻ ചെരുവിൽ യൂറോപ്പിൽ, മൂന്നാമത്തത് ഹർമാറ്റൺ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റ്. വളരെ സിമ്പിളാണ്, ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ ചില പ്രാദേശികവാദങ്ങൾ, അതിൽ 2 മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളൂ. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിലൊന്നാണ് ലൂ എന്ന് പറയുന്ന കാറ്റ്. ലൂ എന്ന് പറയുന്ന കാറ്റ് ഉത്തരേന്ത്യയിൽ വീശുന്ന ഒരുതരം ഉത്തരേന്ത്യൻ സമതലങ്ങൾ, ഉത്തര മഹാസമതലം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന പാഠം സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ, നമ്മളെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഉത്തര മഹാസമതലത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏകദേശം വടക്കൻ സൈഡാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്ന വിശാലമായ സമതല പ്രദേശം, നല്ല കാർഷിക പ്രദേശം. ഈ പ്രദേശത്ത് ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് ഉത്തര മഹാസമതലത്തിലേക്ക്, പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഇത്തരം സംസ്ഥാനങ്ങൾ, ഉത്തരാഞ്ചൽ, ബീഹാറിൻ്റെ ഭാഗങ്ങൾ, പശ്ചിമ ബംഗാളിൻ്റെ ഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ഒരു ഏരിയയാണ് ഏത്? നമ്മുടെ ഉത്തര മഹാസമതലം. ഈ ഭാഗത്തേക്ക് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ്. ഇത് അവിടുത്തെ ഉഷ്ണത്തിൻ്റെ തീക്ഷ്ണത, ഉഷ്ണകാലത്താണ് ഇത് വീശുന്നത് എന്നതുകൊണ്ട് തന്നെ ഉഷ്ണക്കാറ്റുമായതുകൊണ്ട് അവിടുത്തെ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിക്കാൻ, രൂക്ഷത വർദ്ധിക്കാൻ കാരണമാകുന്നു. അപ്പോൾ ലൂ എന്ന് പറയുന്ന കാറ്റ് ഇന്ത്യയിലെ ഉത്തര മഹാസമതലങ്ങളിൽ വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ്, ചുടുകാറ്റാണ്. അടുത്തത് മാംഗോ ഷവേഴ്സ്. ഇത് ദക്ഷിണേന്ത്യയിലാണ്. ഏതാ ദക്ഷിണേന്ത്യ? നമ്മുടെ കേരളവും കർണാടകവും തമിഴ്നാടും ഒക്കെ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യ. ഈ ദക്ഷിണേന്ത്യയിൽ ഉഷ്ണകാലത്ത് തന്നെ വീശുന്ന ഒരു പ്രാദേശികവാദമാണ് മാംഗോ ഷവേഴ്സ്. അപ്പോൾ ഇതൊരു ഉഷ്ണക്കാറ്റാണ്. ഈ കാറ്റ് കാരണം ഈ മാങ്ങ
അല്ലേ, മാങ്ങ അതിൻ്റെ പൂവിടുന്നതും അതുപോലെ തന്നെ മാങ്ങ പഴുക്കുന്നതിനുമൊക്കെ അല്പം ഉഷ്ണം ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനുമൊക്കെ കാരണമായിട്ടുള്ള ഒരു കാറ്റാണ് മാംഗോ ഷവേഴ്സ്. അതുകൊണ്ടാണ് ആ കാറ്റിന് മാംഗോ ഷവേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലൂ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഉത്തര മഹാസമതലങ്ങൾ അഥവാ വടക്കേ ഇന്ത്യ, നോർത്ത് ഇന്ത്യ. അതേസമയം മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന ഒരു പ്രാദേശികവാദമാണ് മാംഗോ ഷവേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ നിലവിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാദേശികവാദങ്ങളാണ്, ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം വീശുന്ന കാറ്റുകളാണ്. ഇനി അടുത്ത ഒരു തരം കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് നമുക്കെന്നെ കിട്ടും ഒരു സ്ഥിരതയുമില്ലാത്ത കാറ്റ്, എപ്പോൾ എവിടെ വീശുമെന്ന് പറയാൻ കഴിയില്ല. ചില പ്രത്യേക ഏരിയയിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മർദ്ദവ്യത്യാസം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും. അത് ഇന്ന ഏരിയ എപ്പോഴാണെന്നൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യം. മറ്റേതൊക്കെ നമുക്ക് ചില പ്രത്യേക നാടുകളിലോ ചില പ്രത്യേക കാലങ്ങളിലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ളതൊക്കെ ഉള്ള കാറ്റുകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ, അല്ലേ. ഇപ്പോൾ പ്രാദേശികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ, കാലികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ ചില പ്രത്യേക കാലങ്ങളിൽ, സ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ വാണിജ്യവാദവും പശ്ചിമവാദവും പൂർവ്വവാദവും ഒക്കെ ഭൂമിയിൽ സദാസമയം ഉണ്ടാകുന്ന കാറ്റുകൾ. അതേസമയം മറ്റൊരു തരം കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. അസ്ഥിരവാദങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ ഇതിനൊരു സ്ഥിരതയുമില്ലാത്ത കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ, വേരിയബിൾ വിൻസ്. അപ്പോൾ അസ്ഥിരവാദങ്ങളിൽപ്പെട്ട രണ്ട് കാറ്റുകളാണ് ചക്രവാതങ്ങളും പ്രതിചക്രവാദങ്ങളും. ഈ വാദങ്ങൾ എന്ന് പറഞ്ഞാൽ കാറ്റാണെന്ന് നിങ്ങൾക്കറിയാലോ. സൈക്ലോൺസ്, ഒരു റൊട്ടേഷൻ, ഒരു കറക്കത്തിലൂടെ ഉണ്ടാകുന്ന കാറ്റുകളാണ് ചക്രവാതങ്ങൾ, അല്ലേ. അപ്പോൾ അതിൽ ചക്രവാതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക നാടുകളിൽ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ചുറ്റുപാടും ഉച്ചമർദ്ദവും മധ്യത്തിൽ കേന്ദ്രമർദ്ദവും. ചില പ്രത്യേക പ്രദേശങ്ങളിൽ ചുറ്റും ഇങ്ങനെ ഭയങ്കര മർദ്ദമായിരിക്കും, കേന്ദ്രത്തിലോ ഒരു നടുവിൽ അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് ആ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും, അല്ലേ. ചുറ്റുപാടും ഉച്ചമർദ്ദവും സെൻറ്ററിൽ ന്യൂനമർദ്ദവും. അപ്പോൾ ചുറ്റുപാട് നിന്നും കേന്ദ്രത്തിലേക്ക് കാറ്റ് വീശും, അല്ലേ. ഉച്ചമർദ്ദമുള്ള സ്ഥലങ്ങളിൽ നിന്നും ന്യൂനമർദ്ദമുള്ള സ്ഥലങ്ങളിലേക്ക് കാറ്റ് വീശും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ചുറ്റുപാട് നിന്നും കേന്ദ്രഭാഗത്തേക്ക് കാറ്റ് വീശുന്ന അത്തരം കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ചക്രവാതങ്ങൾ എന്ന് വിളിക്കുക, അല്ലേ. ഇനി ഇതിൻ്റെ ഒരു ദിശ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൊറിയോലിസ് പ്രഭാവത്തിൻ്റെ ഫലമായിട്ട് ഉത്തരാർദ്ധഗോളത്തിൽ ഇത് ഘടികാര ദിശയിലായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. അതായത് നിങ്ങളങ്ങനെ നോക്കുക, അതിൻ്റെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസാണ്, അല്ലേ. നമ്മളെ ക്ലോക്ക് സൂചികയുടെ എതിർ ഘടികാര ദിശയിലായിരിക്കും ഇതിൻ്റെ ഒരു വരവ്. അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലായിരിക്കും എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതും എന്താണ് കാരണം? കൊറിയോലിസ് പ്രഭാവമാണ് കാരണം. അപ്പോൾ ഇതാണ് ചക്രവാതങ്ങൾ. ഇതിനൊരു സ്ഥിരതയില്ല. എന്താണ് ചക്രവാതങ്ങൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്ര മാത്രമാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മർദ്ദവ്യത്യാസത്തിൻ്റെ കാരണഫലമായിട്ട് ചുറ്റുപാടും ഉച്ചമർദ്ദവും കേന്ദ്രത്തിൽ ന്യൂനമർദ്ദവും അനുഭവപ്പെടുമ്പോൾ ചുറ്റുപാട് നിന്നും കേന്ദ്രത്തിലേക്ക് വീശുന്ന കാറ്റുകളാണ് ചക്രവാതങ്ങൾ. ഇത് ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമായിരിക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാലോ 2017 നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളെയൊക്കെ പിടിച്ചു കുലുക്കിയ, ലക്ഷദ്വീപിനെ പിടിച്ചു കുലുക്കിയ ഓക്കി ചുഴലിക്കാറ്റ് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. ചില പ്രത്യേക സമയങ്ങളിലൊക്കെ ചുഴലിക്കാറ്റായിട്ട് ഇങ്ങനെ ചുഴലിയായിട്ട് വീശാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊരു ചക്രവാതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി മറ്റൊരു തരം ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രതിചക്രവാതങ്ങൾ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മർദ്ദവ്യത്യാസത്തിൻ്റെ ഫലമായിട്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കേന്ദ്രത്തിൽ ഒരു സെൻറ്റർ പോയിന്റിൽ ഉച്ചമർദ്ദം അനുഭവപ്പെടും. എന്നാൽ ചുറ്റും നോക്കുകയാണെങ്കിൽ ന്യൂനമർദ്ദമായിരിക്കും. ഏതിൻ്റെ ഓപ്പോസിറ്റ്? ചക്രവാതത്തിൻ്റെ ഓപ്പോസിറ്റ്. അങ്ങനെ കേന്ദ്രത്തിൽ ഉച്ചമർദ്ദവും ചുറ്റുപാടും ന്യൂനമർദ്ദവും അനുഭവപ്പെടുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും ചുറ്റുപാടിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ പ്രതിചക്രവാതങ്ങൾ എന്ന് വിളിക്കുക. ഇത് ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമായിരിക്കും. അതിൻ്റെ കാരണം കൊറിയോലിസ് പ്രഭാവമാണ്. അപ്പോൾ എന്താണ് പ്രതിചക്രവാതങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമൊക്കെയാണ് പാഠം. അപ്പോൾ വിവിധ തരം കാറ്റുകളെക്കുറിച്ചാണ് നമ്മളിവിടെ ഇതുവരെ പഠിച്ചത്. അപ്പോൾ ആ കാറ്റുകളൊക്കെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യാം, അല്ലേ. അപ്പോൾ അതിലൊന്നാമത് കൊടുത്ത് നോക്കൂ നിങ്ങൾ, കാറ്റുകൾ, വിവിധ തരം കാറ്റുകളിൽ ഒന്ന് ആഗോളവാദങ്ങൾ. ഏതൊക്കെയാണ് ആഗോളവാദങ്ങൾ? താഴത്തേക്ക് നിങ്ങൾക്ക് നോക്കി എഴുതിക്കൂടെ?
അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഇനി പ്രാദേശികവാദങ്ങളിൽ അവിടെ ലൂ മാത്രമാണ് കൊടുത്തത്. നമുക്ക് മാംഗോ ഷവർ എഴുതാം, ഹർമാറ്റൺ എഴുതാം, ചിനൂക്കോ എഴുതാം, ഫൻ എഴുതാം, ഇതൊക്കെ എഴുതാം. 3 അവിടെ എഴുതാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ അത് 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 കഴിഞ്ഞിട്ട് മൂന്നാമത്തൊന്നാണ് ആഗോളവാദങ്ങൾ കഴിഞ്ഞു, പ്രാദേശികവാദങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കാലികവാദങ്ങൾ. കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. മറ്റൊരു ഉദാഹരണം നിങ്ങൾക്കറിയാലോ. മൺസൂൺ കാറ്റുകൾക്ക് പുറമെ ഏതൊക്കെയാണ് കാലികവാദങ്ങളുള്ളത്? പിന്നെ മൺസൂൺ കാറ്റുകൾക്ക് പുറമെ നമ്മൾ പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് അവസാനമായിട്ട് അസ്ഥിരവാദങ്ങൾ. അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണക്കാരൻ സൂര്യ തേജസ്സാൽ എന്ന് കാണാം. എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണക്കാരൻ സൂര്യനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂര്യനില്ലെങ്കിൽ ഭൂമിയിൽ എന്തില്ല? താപമില്ല, താപവ്യത്യാസമില്ല, അല്ലേ? എന്ന് പറഞ്ഞാൽ തണുപ്പില്ല, ചൂടില്ല. ഇതൊക്കെ സൂര്യനാണ് കാരണം. മർദ്ദവ്യത്യാസങ്ങൾ ഉണ്ടാവില്ല, കാറ്റുണ്ടാവില്ല, അല്ല, മഴയുണ്ടാവില്ല. അപ്പോൾ സൂര്യനാണ് എല്ലാത്തിൻ്റെയും കാരണക്കാരൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠം. നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇതുവരെ എടുത്ത ഭാഗങ്ങളുടെയൊക്കെ ഒരു നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കുക. അതിനുശേഷം ഈ ടെക്സ്റ്റ് ബുക്കിൽ വിലയിരുത്താമെന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ ഭാഗം നിങ്ങൾ നന്നായിട്ടൊന്ന് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് അതിൻ്റെ ആൻസർ കൂടി നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കുക, നന്നായിട്ട് പഠിക്കുക.